നമസ്കാരം. ഇത് കർക്കിടക മാസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നല്ല രുചി കർക്കിടക സ്പെഷ്യലാണ്. കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും അതുപോലെ തന്നെ കർക്കിടക കനിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് നമുക്ക് പറഞ്ഞു തരാനായി നമ്മോട് കൂടെയുള്ളത് നാട്ടുവൈദ്യനായ മഹേഷ് മാങ്ങാട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, ഈ കർക്കിടക കനിക്ക് നമ്മുടെ ലൈഫിലുള്ള പ്രാധാന്യം എന്താണ്? നമ്മുടെ ശരീരത്തിൽ അറിഞ്ഞും അറിയാതെ ധാരാളം വിഷാംശങ്ങളുണ്ട്. ഈ വിഷാംശങ്ങൾ തള്ളി നീക്കാനും അടുത്ത കർക്കിടകം വരെയും കാര്യമായ രോഗങ്ങളൊന്നും വരാതിരിക്കാനാണ് പ്രകൃതിയിലെ ദിവ്യ ഔഷധങ്ങൾ ചേർത്ത് പഴമക്കാർ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത്. അതെനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? തീർച്ചയായും. ഇതൊക്കെയാണ് മരുന്ന് കഞ്ഞിയിലെ പ്രധാന ചേരുവ. ഇത് മുക്കുറ്റിയാണ്. ഇതാണ് ചെറുള, വൻകടലാടി, കീഴാർനെല്ലി, നിലപ്പന, ആട്ടുകുട്ടപ്പാല, ആടിനാമ്പല എന്നും പറയും, കുടവൻ, മുത്രമെന്നും പറയാറുണ്ട്. ചങ്ങലം പരണ്ട, മുയൽ ചെവിയൻ, ഓരില, വള്ളി ഉഴിഞ്ഞ, പൂവാങ്കുരുന്നില, മരുന്ന് കഞ്ഞി ഏറ്റവും കുറവ് 3 ദിവസമെങ്കിലും കഴിക്കണം. മരുന്ന് കഞ്ഞി കഴിച്ചാൽ നടുവേദന, കാലുവേദന, മുട്ടുവേദന, ഉപ്പിറ്റുവേദന, കൈകാൽ തരിപ്പ്, എല്ലാ അസുഖങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പ്രകൃതിയിലെ ദിവ്യ ഔഷധങ്ങളാണല്ലോ. അപ്പൊ പച്ചില മരുന്ന് കൂട്ടുകളല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ ആഡ് ചെയ്യാം? നമുക്ക് ആശാളി വേണം, ഉലുവ വേണം, ജീരകം വേണം, അല്പം ഏലക്ക വേണം, പിന്നെ അരി വേണം. ഓക്കെ. അപ്പൊ ഇതിന് ഏത് അരിയാണ് നമ്മള്? നവരരിയാണ്. നവരരി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പം നമ്മൾ കാണിച്ച എല്ലാ പച്ചിലകളും ഇടിച്ചു വീണ നീരാണിത്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒഴിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പച്ചില കൂട്ടിൻ്റെ ആ ഒരു എസൻസ് എല്ലാം ഇപ്പം നമ്മൾ അനത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇത് ചൂടായിട്ട് മാത്രമാണ് അല്ലേ നമ്മൾ അരിയിടും. ഈ പച്ചില മരുന്നുകൾ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പല അസുഖങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറില്ലേ? അപ്പോൾ പണ്ടുള്ള മുത്തശ്ശിമാരെന്നൊക്കെ പറഞ്ഞാൽ തലവേദന വന്നാലും എന്ത് വന്നാലും മുറ്റത്തു നിന്നൊക്കെ പറിച്ച് നമുക്ക് ഇട്ട് തരുമായിരുന്നു. അപ്പോൾ അതിന് ചെറിയ ചെറിയ മരുന്ന് കൂട്ടുകളൊക്കെ എന്തായാലും നാട്ടുവൈദ്യനായതുകൊണ്ട് അറിയായിരിക്കും. അപ്പോൾ ചെറിയ തലവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ശരിക്കും ഉപയോഗിക്കും? ചെറിയ തലവേദന വരുമ്പോൾ കാരണം കണ്ടെത്തണം. പല കാരണങ്ങൾ കൊണ്ട് തലവേദന വരാം. ടെൻഷൻ ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടാവാം, ഉറക്കം ശരിയല്ലെങ്കിൽ തലവേദന ഉണ്ടാവാം, മലബന്ധം ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടാവാം, സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആർത്തവം കറക്റ്റ് ഉണ്ടെങ്കിൽ തലവേദന, അമിതമായ ആർത്തവം ഉണ്ടെങ്കിൽ തലവേദന, വെള്ളപോക്ക് ഉണ്ടെങ്കിൽ തലവേദന, മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ തലവേദന, യൂട്രസിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തലവേദന. തലവേദന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കണ്ടെത്തണം. ഏറെ ആളുകൾ അലട്ടുന്ന ഒരു തലവേദനയാണ് യാത്ര ചെയ്യുമ്പോൾ, വെയിൽ കൊള്ളുമ്പോ, ടി വി കാണുമ്പോ, കുനിഞ്ഞ് ജോലി ചെയ്യുമ്പോ, തല അനങ്ങുമ്പോ തലവേദന. അയാൾക്കുണ്ടാകുന്ന തലവേദന പിരികത്തിന്റെ മുകളില്, കണ്ണിന്റെ താഴെ, ഓരോ ഭാഗത്ത് വരുന്നുണ്ട്, ചെവിയുടെ സൈഡില്, മൂക്കിന്റെ പാദത്തിൽ കൂടി ഇങ്ങനെ വന്ന് ഇറുകയൊക്കെ പോയി ഇവിടെ വന്ന് ഇങ്ങനെ അവസാനിക്കും. ഇതാണ് കാരണമെങ്കിൽ അത് സൈനസൈറ്റിസ് ആകാം. അതാണ് കാരണമെങ്കിൽ ഒരു ഉണക്ക കുരുമുളക് എടുക്കാം, ഒരു മുട്ട സൂചി കൊണ്ട് കുത്താം, ഇത് കത്തിക്കാം, കത്തി വരുമ്പോ ഊതിക്കെടുത്താം, അതിന്റെ പുക വലിക്കാം. ഇതേപോലെ ഒരു മൂക്കി ആദ്യം വലിക്കണം. ഇതേപോലെ 3 ദിവസം ചെയ്താല് അതിശക്തമായ സൈനസൈറ്റിസ് മാറി കിട്ടും. അതിന് ടൈം ഉണ്ട്? രാവിലെ ഇരിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം ഇരിക്കണം. സൂര്യാസ്തമയം കഴിഞ്ഞ് ചെയ്യാൻ പാടില്ല. 6 മണിക്ക് ശേഷം ചെയ്യരുത്, അതിക്ക് മുന്നേ ആയിട്ട് ചെയ്യണം. എന്ന പോലെ മൈഗ്രെയിൻ അതിശക്തമായ തലവേദനയാണ്. നമ്മുടെ നാട്ടുമരുന്നില് മുത്തശ്ശി വൈദ്യത്തില് ഒന്നാന്തരം മരുന്നുണ്ട്. മുയൽ ചെവി എന്ന് പറഞ്ഞ ചെടിയുണ്ട്, നമ്മൾ മരുന്ന് കഴിഞ്ഞ് കാണിച്ചാണ്. അത് ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന നീരില് 1 ടീസ്പൂൺ നീരിൽ 3 കുരുമുളകിന്റെ പൊടി ചേർത്ത് 21 ദിവസം രാവിലെ കഴിച്ചാൽ അതിശക്തമായ മൈഗ്രെയിൻ മാറി കിട്ടും. ഈ സമയത്തൊക്കെ പലർക്കും കണ്ടുവരുന്ന അസുഖമാണ് ടോൺസൈറ്റിസ്. എപ്പോഴും തൊണ്ടവേദന, ചെറിയ തൊണ്ടവേദന തുടങ്ങിയിട്ടായിരിക്കും തണുത്തോളം ധാരാളം കുടിക്കുന്നത്. ടോൺസൈറ്റിസ് ആണ് കാരണമെങ്കിൽ 3 കട മുയൽ ചെവി എടുക്കാം, 1 അല്ലി വെളുത്തുള്ളി, 1 നുള്ളുപ്പ് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി അതിരാവിലെ തൊണ്ട തൂക്കാം.
ഓക്കേ വെറുതെ പുറത്ത് മാത്രമേ ചെയ്താൽ മതി 3 ദിവസം ഇതുപോലെ തൂത്താല് അണ്ണാക്കിൽ ബൾബ് പോലുള്ള സാധനം ചുരുങ്ങി പോകും, ശരിക്കും മാറും, പൂർണ്ണമായും മാറും. ഇതൊന്നും സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ. അപ്പൊ കുറേ നമുക്ക് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതെല്ലാം നമുക്ക് നോക്കാം. കൊടവൻ. കൊടവൻ ഇതിന്റെ രൂപസാദൃശ്യം നോക്കിയേ, നമ്മുടെ തലച്ചോറിന്റെ രൂപസാദൃശ്യം. അതുകൊണ്ട് ഓർമ്മക്കുറവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 ഇല വെണ്ണ ചേർത്ത് 41 ദിവസം രാവിലെ കഴിച്ചാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഇതല്ലേ? വേറൊരു ഗുണം കൂടെ ഉണ്ട്. ചില ആൾക്ക് വായിലും നാക്കിലേക്ക് തൊലി പോകും. വായിലും നാക്കിലേക്ക് തൊലിവായി എരിവുകളൊന്നും കഴിക്കാൻ പറ്റൂല, ഇങ്ങനെ കാണിക്കേണ്ടി വരും. ഒരു 3 days കൊണ്ട് വായ്പുണ്ണ് മാറ്റിയെടുക്കാം. 10 കൊടവത്തിന്റെ ഇല അരച്ച് 1/2 ഗ്ലാസ് മോരിൽ കലക്കി കവൾ കൊണ്ട് ഇറക്കണം. ഇങ്ങനെ കുടിച്ചാൽ 3 ദിവസം കൊണ്ട് വായ്പുണ്ണ് മാറിക്കിട്ടും. അപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്കുള്ള ടിപ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. പിന്നെ അതൊക്കെ ഇനി എന്താണ് നമ്മൾ ഉലുവിടണം, ആശാളി, ഉലുവ, ജീരകം. അപ്പൊ ആദ്യം എന്തിടാം? നമ്മളിതെല്ലാം കൂടി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണല്ലേ ആ പൊടി. ഇതിനകത്ത് എന്തൊക്കെയാണ്? ഇതിനകത്ത് ഉലുവയുണ്ട്, ആശാളിയുണ്ട്, ജീരകമുണ്ട്, ഏലക്ക ചേർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കയ്യിലെന്ന് പറയാം അല്ലേ? 2-3 ടീസ്പൂൺ നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ചേരുവയും കൂടിയുള്ള പൊടിയാണിത്. അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലേ? ഇനി കുറച്ച് അരി ഇടാം. അപ്പോൾ ഈ അരി നമ്മൾ ഇടാൻ പോവാണ്. നവരരി. ഇനി വേകാനായിട്ട് കുറച്ച് നേരം വെക്കണം അല്ലെ? അപ്പൊ അടച്ചു വെക്കണോ അല്ലെങ്കിൽ അടച്ചു വെച്ചാൽ നല്ലതാണ്. അപ്പോൾ എല്ലാ ചേരുവകളും ചേർത്ത് നമ്മുടെ കർക്കിടകക്കനി മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം ചേർത്ത ആയുർവേദ മരുന്നുകളുടെ പേരൊന്ന് പറയാവോ? തീർച്ചയായിട്ടും. നമ്മൾ തഴുതാമ, വള്ളുഴിഞ്ഞ, പൂവാങ്കുരുന്നില, മുക്കുറ്റി, മുറുകൂട്ടി, പ്രസാരണി, ചെറുകടലാടി, വൻകടലാടി, നിലമ്പാല, നിലംപരണ്ട, ചങ്ങലം വരണ്ട, ആട്ടൂട്ടപ്പാല, കുഴൽവാതക്കൊടി, വയൽച്ചുള്ളി, കിഴാനെല്ലി, കുറുന്തോട്ടി. ഇതെല്ലാം എന്തായാലും ഞാൻ കാണാതെ പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണില്ല. അപ്പൊ നമ്മുടെ മഹേഷ് ഏട്ടൻ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ട് എഴുതി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതെല്ലാം നമ്മളിതെല്ലാം കൂടി ഇടിച്ചു, ഒരു 5 പേരുടെ വീട്ടിലാണെങ്കിൽ 1 പിടി എടുക്കണം. എല്ലാം കൂടി 1 പിടി എന്നിട്ട് ഇടിച്ച് പിഞ്ഞെടുക്കുന്ന നീരില് ഇതേപോലെ നമ്മൾ കലത്തിൽ വെച്ച് ചൂടാക്കി തിളച്ച് വരുമ്പോഴത്തേക്ക് അരിയിട്ട്, അരി വാകാറാകുമ്പോൾ തേങ്ങയുടെ പാലും കൂടി പിഴിഞ്ഞൊഴിച്ച് 10 ചെറിയ ഉള്ളി ചെറുതായി എരിഞ്ഞ് നെയ്യിൽ താളിച്ച് കഞ്ഞിയിലിട്ട് ചെറു ചൂടോടുകൂടിയാണ് കഞ്ഞി കഴിക്കേണ്ടത്. കഞ്ഞി കഴിക്കേണ്ടത് രാത്രിയിലാണ്. സമയമുണ്ട്. മരുന്ന് കഞ്ഞി കഴിക്കേണ്ട സമയത്ത് ഇതിന്റെ കൂടെ ഇറച്ചിയോ മീനും ഉപയോഗിക്കാൻ പാടില്ല. പകലൊക്കെ ഇറച്ചി മീനെ കൂട്ടാം, മരുന്ന് കഞ്ഞിയുടെ കൂടെ ഒരു തൊടുകറി എന്നുള്ള രീതിയിൽ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല. മുന്നേ 1 മണിക്കൂർ മുമ്പോ 2 മണിക്കൂർ മുമ്പോ അല്ലെ അങ്ങനെ ഒന്നും കഴിക്കാൻ പാടില്ല. രാത്രിത്തെ ആഹാരം മരുന്ന് കഞ്ഞിയായിരിക്കണം. അത് അടുപ്പിച്ച് 3 ദിവസം തന്നെ, ഏറ്റവും കുറവ് 3 ദിവസം കഴിക്കണം. അപ്പൊ ഈ കർക്കിടകം തുടങ്ങുമ്പോ തുടങ്ങി കഴിക്കണോ അല്ലെങ്കിൽ നമ്മൾ ആ കർക്കിടകം തീരുന്നതിനുള്ളിൽ ആ ഒരു ഡ്യൂറേഷന് കഴിച്ചാൽ മതിയോ? പഴയ ആളുകളൊക്കെ മിഥുനം പകുതി തുടങ്ങി കർക്കിടകത്തിന്റെ ആദ്യം വരെ കഴിക്കും. ഇപ്പൊ പഴയ കർക്കിടകം അല്ലല്ലോ, മഴയില്ല, തണുപ്പില്ല. തണുപ്പ് കാലം മഴ ഉള്ള സമയത്താണ് നമ്മൾ തണുക്കുമ്പോഴാണ് നമ്മൾ ശരീരം ഒന്ന് വീർക്കാനും കേടുപാടുകൾ മാറാനും ക്ഷീണം മാറാനൊക്കെയാണ് മരുന്ന് കഞ്ഞി കഴിക്കുന്നത്. അപ്പൊ ഇപ്പൊ പഴയ കർക്കിടകം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ചേരുവകളും പിന്നെ അത് ചേർക്കാൻ പാടില്ല. കാരണം നമുക്ക് ചിലത് ഒഴിവാക്കേണ്ടി വരും, ചൂടാണ്. ഈ സമയത്ത് ചില ഇലകൾക്ക് നല്ല ഇതുണ്ടാവും, ഗുണമുണ്ടാവും, ചിലതിന് വിഷാംശം ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ശരിക്കും. മുരിങ്ങയിലക്ക് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കൂട്ടാൻ പാടില്ലെന്നാണ് വിധി. മുരിങ്ങക്ക് വിഷാംശം കൂടുതലായിരിക്കും കർക്കിടക മാസത്തിൽ. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഇങ്ങനെ കഴിക്കാൻ പാടില്ലാത്തതുണ്ടോ ഈ കർക്കിടക മാസം? കർക്കിടക മാസത്തിൽ മാത്രമല്ല, പൊതുവെ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇറച്ചിയോ മീനോ കഴിക്കരുത്. പലപ്പോഴും പല രോഗങ്ങൾ ഉണ്ടാവാൻ കാരണം നമ്മൾ തെറ്റായ രീതിയിലുള്ള ആഹാര രീതി കൊണ്ടാണ്. അതായത് ഇറച്ചിക്കറിയുടെ കൂടെ ഒരു കാരണവശാലും തൈര് കറിയോ മോര് കറിയോ കൂട്ടരുത്. മീൻകറിയുടെ കൂടെയോ തൈരോ മോരോ കൂട്ടരുത്. ഇത് സ്ഥിരം കഴിച്ചാൽ അടിവസ്ത്രമൊക്കെ ഉള്ള സ്ഥലത്ത് കറുത്ത പാടുകൾ, പുഴുക്കടി, താരൻ, സോറിയാസിസ് പോലത്തെ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും അറിയാതെ വിരുദ്ധാഹാരങ്ങൾ കഴിക്കും. വിരുദ്ധാഹാരത്തിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ നമുക്കിപ്പോ ഒരു ഫാമിലിയിൽ 2 പേരൊക്കെ ഉള്ളൂവെങ്കിൽ എന്തോരം ക്വാണ്ടിറ്റി വേണ്ടി വരും? നമുക്ക് 2 പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മുക്കുറ്റിയൊക്കെ ഒരു 3 എണ്ണം, ചെറുപുള 2 എണ്ണം, ആ രീതിയിലേക്ക് എടുത്താൽ കുറച്ച് മതി. അതൊക്കെ വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റൂലേ എന്തോരം കഞ്ഞി വെക്കാൻ, എന്തോരം അരി വേണം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ടാവോ?
ഇപ്പോൾ പ്രമേഹം, കൊളസ്ട്രോള് അങ്ങനെയുള്ള അസുഖങ്ങളാണ് എല്ലാവർക്കും. അത് ചെറിയ കുട്ടികൾക്ക് വരെ നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് ഇപ്പോൾ പ്രമേഹം അങ്ങനെയുള്ളത്. അപ്പോൾ അതിന് ഡെയിലി അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു ഇങ്ങനെ പ്രമേഹത്തിനും എന്തെങ്കിലും കുറവ് വരുന്ന രീതിയിൽ നമുക്ക് ആയുർവേദം കഴിക്കാമോ? തീർച്ചയായിട്ടും പ്രമേഹത്തിന് പണ്ട് മുതൽ ചെയ്യുന്ന ഒരു പ്രയോഗമാണ് 100 ഗ്രാം കാട്ടുജീരകം കൊടുക്കുക, 1.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് 1 ലിറ്റർ ആക്കാം. 1 ഔൺസ് വീതം ആഹാരത്തിന് അരമണിക്കൂർ മുമ്പായി 3 നേരം 41 ദിവസം മുടങ്ങാതെ കഴിച്ചാൽ പ്രമേഹത്തിന് ശമനം ഉണ്ടാവും. ഇപ്പോൾ കൊളസ്ട്രോൾ, പ്രഷർ, ഇതിന് വെറും നിസാര ദിവസം കൊണ്ട് പ്രഷറും കൊളസ്ട്രോളും മാറ്റിയെടുക്കാം. 6 അല്ലി വെളുത്തുള്ളി എടുക്കുക, 6 ചുള വെളുത്തുള്ളി ഒരു ഈർക്കിളിമേൽ കോർക്കുക, എന്നിട്ട് ചുട്ടെടുക്കുക. ചുട്ടെടുത്തിട്ട് രാത്രി അത്താഴത്തിന് ശേഷം കഴിച്ചാൽ 21 ദിവസം കൊണ്ട് കൊളസ്ട്രോളും പ്രഷറും നോർമലാവും. വേറൊരു മരുന്ന് കൊടുക്കണ്ട, വേണ്ട. 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കഴിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കഞ്ഞി എന്തായി നോക്കാം നമുക്ക്. അവരരി ആയതുകൊണ്ട് താമസം ഉണ്ടാവും വേകാനായിട്ട്. കുറേ ടൈം എടുക്കും. കുറച്ച് ടൈം എടുക്കും. എന്തോരം വേണ്ടി വരും? ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ടി വരും. അരമണിക്കൂർ വേവ് ഉണ്ടാവും. ഈ നവരരി മാത്രമാണല്ലേ നമ്മളിനകത്ത് ഉപയോഗിക്കാറുള്ളൂ? അല്ല, നുറുക്കരി ഉപയോഗിക്കാം, നുറുക്ക് ഗോതമ്പ് ഉപയോഗിക്കാം. നവരയാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ 23 തരം ഔഷധ കൂട്ടുകളും അതോടൊപ്പം തന്നെ ആശാളി, ജീരകം, കച്ചുരക്കിഴങ്ങ്, ഏലക്ക, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ച പൊടിയും നവരരിയും കൂടി ഇട്ടാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തേങ്ങയുടെ പാലും കൂടി പിഴിഞ്ഞു ഒഴിക്കും. ഇതിനകത്ത് തേങ്ങയുടെ പാലും കൂടി പിഴിഞ്ഞു ഒഴിക്കും അല്ലേ? അപ്പോൾ അതാണ് കൂടുതൽ രുചി വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. ഇനി ഇത് ഒന്നുകൂടി തേങ്ങാപ്പാലിൽ ഇരുന്ന് വേഗം ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല അല്ലേ? ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ ഉപ്പ് ശരിക്കും പറഞ്ഞാൽ ആഡ് ചെയ്യണം അല്ലേ? ഇപ്പോൾ കർക്കിടക കന്നിയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ കിടന്ന് അരി ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേഗണം. ശരിക്കും വെന്തിട്ടുണ്ട് അരി, എന്നാലും ഒന്നുകൂടി തേങ്ങാപ്പാൽ അല്ലേ? തേങ്ങാപ്പാലിലൊന്ന് പിടിക്കണം. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇല്ലേ ഇപ്പം പല്ലുവേദന, ചെവി വേദന, അതുപോലെ തന്നെ ചെറിയൊരു തലവേദനയൊക്കെ വരാറില്ലേ? അപ്പം അതിനെന്തെങ്കിലും ടിപ്പുകളുണ്ടോ? പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ ചെയ്യുന്ന ഒരു പ്രയോഗമുണ്ട്. ഒരു വാഴയിലെടുക്കും, എന്നിട്ട് 6 ആടലോടകത്തിൻ്റെ ഇല, 10 തുളസി ഇല, 3 പനിക്കൂർക്കയുടെ ഇല, 3 പേരയുടെ കൂമ്പ്, 1 ചുവന്നുള്ളി, 1 നുള്ളി ജീരകം, എന്നിട്ട് വാഴയില മടക്കും, എന്നിട്ട് വാഴനാര് കൊണ്ട് തന്നെ കെട്ടി അടപ്പിലിടും. ഇന്ന് അടപ്പില്ല, അപ്പോൾ ചൂടുവെള്ളത്തിലിട്ടാലും മതി. ഇത് വാട്ടിപ്പിഴിഞ്ഞെടുക്കുന്ന നീര് സമം തേൻ ചേർത്ത് 3 ദിവസം കഴിച്ചാൽ കുത്തിയുള്ള ചുമ, കഫക്കെട്ട്, ജലദോഷം, ചുമ, പനി മാറി കിട്ടും. ഇത് മായം ഉണ്ടാകും. മായമില്ലാത്ത ഒന്നാന്തരം നാടൻ ടോണിക്കാണ്. അതുപോലെ തന്നെ പല്ലുവേദനയൊക്കെ ഇപ്പോൾ സാധാരണ എല്ലാവർക്കും വരാറുണ്ടല്ലോ. പല്ലുവേദനയാണ് കാരണമെങ്കിൽ കുരുമുളകിൻ്റെ തണ്ടെടുക്കുക, അത് ചതച്ചിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. നേരെ ചൂടിലും കവൾ കൊണ്ടാൽ ആശ്വാസം കിട്ടും. പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് കാരണം കണ്ടെത്തി പല്ല് പറിപ്പിക്കുക, എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല, ആശ്വാസം കിട്ടും. അതുപോലെ കരയാമ്പ് വേണമെങ്കിൽ നമുക്ക് പല്ലിന്റെ അത് കേടാണ്, പല്ലിപ്പോ അടന്നു പോകും. അതിന്റെ ആ ഒരു പവർ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ കഞ്ഞി ഏകദേശം എന്തുണ്ട് അല്ലേ? ഇനിയിപ്പോ അടുത്തതെന്ന് പറയുന്നത് ഇനി നമുക്ക് നെയ്യില് ചുവന്നുള്ളി താളിച്ച് കഞ്ഞിയിലിടണം. ഓക്കെ, എന്തോരം വേണം നെയ്യ്? 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ നെയ്യിൽ നമ്മളിനി ചുവന്നുള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ, അപ്പോഴത്തേനും ഇടാം. നെയ്യിലായതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ഈ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് വണ്ണം നന്നായിട്ടുള്ളവർ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു ചോദ്യം. അതിനെന്തെങ്കിലും തടി കുറയാനായിട്ട് 10 ഗ്രാം ചുവന്ന വേങ്ങ അതിലെടുക്കാം. അത് 1.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് 1 ലിറ്റർ ആക്കണം. ചൂടാറി കഴിയുമ്പോൾ 1 ടീസ്പൂൺ തേൻ ചേർത്ത് ദാഹശമനി പോലെ 1 മാസം കഴിച്ചാൽ ഇയാൾ 5 കിലോ കുറയും. 5 കിലോ കുറയും. അതിന്റെ കൂടെ എക്സസൈസ് വല്ലതും ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ഒരേ ഒരു പഥ്യം മാത്രമേ ഉള്ളൂ, പകൽ ഉറങ്ങരുത്. അതാണ് അതിന്റെ പഥ്യം. ഈ കുടവയറൊക്കെ ചാടുന്നതിനും അങ്ങനെ തന്നെയാണോ? അതെ അതെ, തടി കുറയാനാണ്. വണ്ണം വെക്കാനാണ് കാരണമെങ്കിൽ, തടി കവള് തുടുക്കാനാണ് കാരണമെങ്കിൽ 500 ഗ്രാം ഉക്കുരു എടുക്കാം.
അമുക്കുരു. അമുക്കുര 1 ലിറ്റർ പശുപാലിൽ പുഴുങ്ങി അത് വീണ്ടും വെയിലത്ത് വെച്ച് ഉണക്കി പൊടിയാക്കണം. അതിൽ നിന്ന് 1 ടീസ്പൂൺ പൊടി 1 ഗ്ലാസ് പാലിൽ കാച്ചി കുടിച്ചാൽ 41 ദിവസം കഴിച്ചാൽ കവളൊക്കെ തുടുക്കും, ആളങ്ങൾ ഉഷാറാവും, വണ്ണമൊക്കെ വെക്കും. പിന്നെ നമുക്കിനകത്ത് കടയാ അല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ നെയ്യോട് കൂടി തന്നെയാണ് ഇടാൻ പോണേ. റെഡി ആയില്ലേ? അപ്പൊ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കഴിക്കും. ഇത് കഴിക്കുന്നതിനും ഒരു സ്പെഷ്യൽ രീതിയൊക്കെ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ടേസ്റ്റ് പറയുന്നതിലും നല്ലത് കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കണം. കാരണം ഈ എല്ലാ ഔഷധങ്ങളും നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. മരുന്നുകളുടെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തേങ്ങാപ്പാലുള്ളതുകൊണ്ട് കയ്പ് അറിയുന്നില്ല. നെയ്യിൽ ആ ഉള്ളി വറുത്തിട്ടത് നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം കിട്ടുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പാലത്ത് ഒഴിച്ചോണ്ട് കയ്പറിയില്ല, നല്ല രുചിയില്ലേ? നല്ല രുചിയുണ്ട്. അത് മാത്രമല്ല, രുചിയല്ലല്ലോ നോക്കണേ, നമ്മുടെ ആരോഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ടത്. കർക്കിടകക്കനിക്ക് ശേഷം നമ്മൾ അടുത്തേക്ക് കാണാൻ പോകുന്നത് പോഷക സമൃദ്ധമായ ഒരു സൂപ്പാണ്. എന്ത് സൂപ്പായിരുന്നു? വെജിറ്റബിൾ സൂപ്പാണ്. അത് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെണ്ടയ്ക്ക തന്നെയാണ് അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും വേണോ? വേറെ നമുക്ക് കുറച്ച് ജീരകം വേണം, കുരുമുളക് വേണം, ചുവന്നുള്ളി വേണം. ഈ വെണ്ടക്ക സൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാലേ 1 കിലോ വെണ്ടക്ക 1 കിലോ ആട്ടിറച്ചിക്ക് തുല്യമാണ്. അപ്പൊ ആട്ടിറച്ചി മേടിക്കുമ്പോൾ എത്ര രൂപ വേണം? അപ്പൊ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു സൂപ്പ് ഉണ്ടാക്കാം. 1.5 ലിറ്റർ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കണം. അതിൽ 5 വെണ്ടക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇനി അതിനകത്ത് ഇടന്നു നന്നായിട്ട് തിളയ്ക്കണം. 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ വറ്റണം. ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുവൈദ്യം എന്ന് പറയുന്നത് മറ്റ് എല്ലാവരിലേക്കും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതുപോലെ ക്യാമ്പുകൾ നടത്താറുണ്ട്? തീർച്ചയായിട്ടും. ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി കുടുംബശ്രീ അതുപോലെ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് ഈ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടറിവുകൾ ജനങ്ങളിലെത്തിക്കാനായിട്ട് ഞങ്ങളുടെ സൗജന്യ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം ആകാറായിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക അല്ലാതെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് യൂസ് ചെയ്യാമോ? ക്യാരറ്റ് ഇടാം, ബീൻസ് ഇടാം. ഓക്കെ. ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ ശരിക്കും ഇടുന്നത് അല്ലേ? കൂട്ടിയിടാം. ഇതിപ്പോൾ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിലും വെണ്ടയ്ക്ക് ധാരാളം ഔഷധ ഗുണമുണ്ട്. അപ്പോൾ നടുവേദന, കാലുവേദന, മുട്ടുവേദന ആളുകൾക്ക് വെണ്ടയ്ക്ക സൂപ്പ് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഉപ്പിടണം. ഉപ്പിട്ടു. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതാണ് കിഴി കിട്ടുക എന്ന് പറയണേ. ഇത് നന്നായിട്ട് പിഴിഞ്ഞു. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്താണ് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോണേ? ഉള്ളി താളിക്കണം അല്ലേ? എങ്ങനെയാണ്? എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിൽ തന്നെയാണ്? ഓക്കെ. അല്പം രുചി കിട്ടാൻ വേണ്ടി കുരുമുളകും ജീരകവും കൂടി വറുത്തുപൊടി ചേർക്കണം. നമ്മളിവിടെ വറുത്തുപൊടിച്ച് വെച്ചിട്ടുണ്ട്. വറുത്ത് പൊടിക്കണം അല്ലേ? വാസന കൂടുതലായിരിക്കും. ജീരകവും കുരുമുളകും വറുത്ത് പൊടിച്ചത് ആഡ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി ഇടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കെട്ട് ചികിത്സ എന്ന് പറഞ്ഞൊരു നടക്കുന്നുണ്ട് അല്ലേ? നടുവേദന, കാലുവേദന, മുട്ടുവേദന
ഞങ്ങളുടെ തപോവനത്തിലെ ഒരു അപൂർവ ചികിത്സയുണ്ട്. എത്ര കാലപ്പഴക്കമുള്ള നടുവേദന മുട്ടുവേദന ഞങ്ങൾ ഒരു അപൂർവതരം പച്ചില മരുന്നുകൾ ചേർത്ത് കോഴിമുട്ടയുടെ വെള്ള കൂടി ചേർത്തിട്ട് കെട്ടിക്കൊടുക്കും. അതായത് ആ വേദനയുള്ള ഭാഗത്ത് നടുവേദന മുട്ടുവേദന 8 ദിവസം കെട്ടിയാൽ നടുവേദന മാറും. അതിന് പറ്റൊന്നുമില്ല, അകത്ത് കഷായങ്ങളോ മരുന്നുകളോ ഒന്നും കഴിക്കണ്ട. ഇത് പുറത്ത് ഇങ്ങനെ ആ വേദനയുള്ള ഭാഗത്ത് കെട്ടിവെച്ചാൽ മതി. എല്ലാ ദിവസവും കെട്ടണം. കെട്ടാൻ നേരത്തെ ഓരോ ദിവസവും കോഴിമുട്ടയുടെ വെള്ള ഈ പച്ചമരുന്നിനകത്ത് ചേർത്തിട്ട് അപ്പൊ നടുവേദനയ്ക്ക് നല്ല കുറവുണ്ടാവും. കുറവല്ല, പൂർണ്ണമായിട്ട് മാറി. നടുവേദന, കാലുവേദന, മുട്ടുവേദന, ഉപ്പുറ്റുവേദന, കൈകാൽ ധരിപ്പ്. നമ്മുടെ ഉള്ളി ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ജീരകം പിന്നെ കുരുമുളക് വറുത്ത് പൊടിച്ചത്. സ്മെല്ലും തുടങ്ങി ജീരകത്തിന്റെ. ശരിക്കും വളരെ ഈസിയാണ് ഈ ഒരു സൂപ്പ് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ തന്നെ റെഡിയാക്കാനായിട്ട്. അത് ഇഷ്ടമുള്ളവർക്ക്, ഇപ്പൊ വെണ്ടയ്ക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വേറെ ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഇത് 3 ആഡ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അല്ലേ? അല്പം മല്ലിയിലും വേണമെങ്കിൽ പൊടിപൊടിയായിട്ട് ചേർക്കാം. ഓക്കെ, കുടിച്ചു നോക്കിയ സോമ. അപ്പൊ നമ്മുടെ സൂപ്പ് റെഡിയായി. ഇത്രയേ ഉള്ളൂ പണി. വളരെ സിമ്പിൾ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭക്ഷണശേഷമാണോ ശരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് പകരമായിട്ട് സൂപ്പ് ഉപയോഗിച്ചൂടെ? സന്ധ്യ നേരത്താണ് സൂപ്പ് കഴിക്കേണ്ടത്. ക്ഷീണം മാറാനായിട്ട്. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് എന്ന് പറയാൻ വെണ്ടയ്ക്കയുടെ ടേസ്റ്റ് ഉണ്ട്, പിന്നെ ഉള്ളിയുടെ ഉണ്ട്, നെയ്യുടെ ഉണ്ട്, കുരുമുളക് എല്ലാം കൊണ്ട് നല്ലതാണ്. നല്ല സൂപ്പാണ്. എന്തായാലും കർക്കിടക മാസത്തിൽ കുടിക്കേണ്ടത് തന്നെയാണ് ശരിക്കും സൂപ്പ്. അപ്പൊ ഇതുപോലെ തന്നെ വേറെ എന്തൊക്കെ കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാം? കർക്കിടക മാസത്തിൽ ഉലുവണ്ടായി കഴിക്കാം. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഗോതമ്പ് അരി വറുത്ത് പൊടിക്കാം. അല്പം ഉലുവ, ആശാളി, ജീരകം, ഏലക്ക, ശർക്കര ചേർത്ത് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഈസിയാണ് അല്ലേ? പിന്നെ ഇത് നടുവേദന അതുപോലെ തന്നെ കാലുവേദനയ്ക്കൊക്കെ നല്ലതാണ്. വാതരോഗങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ഈ ഉലുവണ്ടയ്ക്ക് ഒരു കയ്പുണ്ട്, എന്നാലും ആ ശർക്കര പാനിയിൽ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു മധുരവും കൂടിയുണ്ട്. ശരിക്കും കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ 3 നല്ല വിഭവങ്ങൾ നമുക്കായി പരിചയപ്പെടുത്തുന്ന ശ്രീ മഹേഷിന് പ്രത്യേകം നന്ദി. പുതുമയാർന്ന രുചിവിശേഷങ്ങളുമായി ഇനി നമുക്ക് കാണണം. അതുവരേക്കും ബൈ.